നമസ്കാരം. മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ, അമ്മയുടെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമ്പോൾ അഥവാ അമ്മ കൂടെ ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളിൽ വന്ന് ചേരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അപ്രതീക്ഷിതമായാണ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം അമ്മയെ വന്ദിക്കുക. അമ്മയുടെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ആ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതായ ഒന്ന്, മനസ്സ് വളരെയധികം സന്തോഷിക്കും എന്നുള്ളതാണ്. അതായത് അമ്മയുടെ ഭക്തരാണ് എങ്കിൽ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം, അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സ് വളരെയധികം സന്തോഷിച്ചു എന്ന് വരാം. നിങ്ങളൊരു ദുഃഖത്തിലായിരിക്കാം എങ്കിൽ പോലും അമ്മയുടെ ചിന്ത, അമ്മയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുകയാണ് എങ്കിൽ ആ സമയം മനസ്സിലെ വിഷമങ്ങൾ എല്ലാം മറന്ന് നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്ന സാഹചര്യം വന്നു ചേരും. മനസ്സ് നിറയുന്നതായ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളതാകുന്നു. അമ്മയുടെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. അതൊരു സൂചന തന്നെയാണ്. ഭക്തർ അഥവാ അമ്മയെ ഓർക്കുമ്പോൾ തന്നെ ദേവിക്കും അത് സന്തോഷമാകുന്നു എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഈ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അമ്മ ഒപ്പമുള്ളതിനാൽ സംഭവിക്കുന്ന കാര്യം തന്നെയാകുന്നു. മൂകാംബിക ക്ഷേത്രത്തിൽ പോയിട്ടുള്ള ഒട്ടുമിക്ക ഭക്തരുടെ വീടുകളിലും മൂകാംബിക ദേവിയുടെ ഒരു ചിത്രമെങ്കിലും കാണും. അല്ലെങ്കിൽ മറ്റ് ഭക്തരുടെ വീടുകളിലാണ് എങ്കിലും കാണും. തീർച്ചയായും അവരത് പൂജാമുറിയിൽ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടാകും. നിങ്ങളും അപ്രകാരം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മയ്ക്ക് പുഷ്പങ്ങളാണ് എങ്കിലും മറ്റ് വസ്തുക്കളാണ് എങ്കിലും, അത് ഫലങ്ങളോ മധുര പലഹാരങ്ങളോ ആണ് എങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ അമ്മ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ്. ആ വീടുകളിൽ അമ്മയുടെ സാന്നിധ്യമുണ്ട് എന്നും അമ്മയുടെ അനുഗ്രഹമുണ്ട് എന്നും അമ്മ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. നിങ്ങൾ അമ്മയ്ക്ക് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ തീർച്ചയായും കണ്ണുകൾ അടച്ച് അമ്മയുടെ നാമങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകാം, അല്ലെങ്കിൽ അമ്മയെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നവരാകാം. എന്നാൽ ഇപ്രകാരം വിളക്ക് തെളിയിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമ്പോൾ ആ വിളക്കിൽ നിന്നും ഉത്ഭവിക്കുന്ന തീജ്വാലയിൽ അമ്മയുടെ രൂപം നിങ്ങൾക്ക് ദൃശ്യമാകുന്നു, അല്ലെങ്കിൽ അമ്മയെ കാണുവാൻ സാധിക്കുന്നതായ സാഹചര്യം. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ലക്ഷണമാണ്. എന്നാൽ ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായ ഭക്തരിൽ ഈ ലക്ഷണങ്ങൾ പ്രകടമാകും എന്നുള്ളതാണ്. തീർച്ചയായും അമ്മയെ നിങ്ങൾക്ക് അപ്രകാരം കാണുവാൻ സാധിക്കുന്നതാണ്. അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാകുന്നു. ആ സമയം നിങ്ങളുടെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു എന്ന് വരാം. നിങ്ങൾക്ക് ആദ്യം വിശ്വസിക്കുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ പല ആവർത്തി ഈ കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കാം. അത് അമ്മയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാലും അമ്മ നിങ്ങൾക്കൊപ്പം ഉള്ളതിനാലും സംഭവിക്കുന്ന വിശേഷപ്പെട്ട ഒരു ലക്ഷണം തന്നെയാകുന്നു. മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ തീർച്ചയായും അമ്മയുടെ നടയിൽ നിന്നും ക്ഷേത്രത്തിൽ നിന്നും കുങ്കുമം വീടുകളിൽ കൊണ്ടുവരുന്നവർ തന്നെയാണ്. ഇപ്രകാരം കൊണ്ടുവരികയും നിത്യവും അത് അണിയുകയും ചെയ്യുന്നവർ തന്നെയാണ് പലരും. എന്നാൽ ഇപ്രകാരം നിങ്ങൾ അണിയുമ്പോൾ, അതായത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് എങ്കിലും നിങ്ങൾ നിത്യവും ഉപയോഗിച്ചു എങ്കിൽ പോലും ഒരിക്കലും ആ കുങ്കുമത്തിന്റെ സുഗന്ധം നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്.
തലേ ദിവസം കൊണ്ടുവന്നതുപോലെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അത്രമേൽ സുഗന്ധം നിലനിൽക്കും എന്നുള്ളതാണ്. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ, അതായത് സുഗന്ധം കുറയാതെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ, അത് മൂകാംബിക ദേവി കൂടെയുള്ളതിനാൽ സംഭവിക്കുന്ന ഒരു ലക്ഷണം തന്നെയാണ്. മഹാഭാഗ്യം തന്നെയാണ് എന്ന് പരാമർശിക്കാം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യമാണ് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നത്. മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ഉണരും എന്നുള്ളതാണ്. എന്നാൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുമ്പോൾ ഒരു പ്രത്യേകമായ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം. അമ്മയുടെ കൊലുസിന്റെ നാദം കേട്ടുകൊണ്ടായിരിക്കും, അഥവാ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കും നിങ്ങൾ ഉണരുക. അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ്. അല്ലെങ്കിൽ അമ്മ നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകുന്നതായ സാഹചര്യം, അതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ്. പലരും ആഗ്രഹിക്കുന്നതായ ഒരു കാര്യമാകുന്നു. എന്നാൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നുണ്ട് എങ്കിൽ അമ്മയുടെ പ്രിയപ്പെട്ട ഭക്തരാണ് നിങ്ങൾ എന്ന് തന്നെ അർത്ഥമാക്കാം. അമ്മയുടെ അനുഗ്രഹം, അമ്മയുടെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ഭാഗ്യം ചെയ്തവരാണ് എന്ന് നിസ്സംശയം പറയാം. നിങ്ങൾ അമ്മയെ ആരാധിക്കുന്നതായ സമയത്തോ അല്ലെങ്കിൽ അമ്മയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിലോ ധ്യാനത്തിൽ ഇരിക്കുന്നതായ അവസരത്തിലോ പെട്ടെന്ന് അമ്മയുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങൾ കേൾക്കുവാനുള്ള സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അല്ലെങ്കിൽ അമ്മയുമായി ബന്ധപ്പെട്ട ഒരു ഗാനമായിരിക്കും നിങ്ങൾ കേൾക്കുക. അല്ലെങ്കിൽ അമ്മയുടെ സാന്നിധ്യം, ഒരു പ്രതീതി നിങ്ങൾക്ക് മനസ്സിൽ ഉണ്ടാകും, അഥവാ ചുറ്റിലും ഉണ്ടാകും എന്നുള്ളതാണ്. അഥവാ അമ്മ നിങ്ങൾക്ക് അടുത്ത് നിൽക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അതും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണം തന്നെയാണ്. ഏവർക്കും ഈ ലക്ഷണം പ്രകടമാകണം എന്നില്ല. അത് നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അമ്മയ്ക്ക് നിങ്ങൾ അത്രമേൽ പ്രിയപ്പെട്ടവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. തീർച്ചയായും ഈ ലക്ഷണം നിങ്ങളിൽ പ്രകടമാകും എന്നുള്ളതാണ്. വിദ്യാതടസ്സങ്ങൾ മാറ്റുന്നതിന് വളരെ പ്രശസ്തം തന്നെയാണ് മൂകാംബിക ക്ഷേത്രം അഥവാ ദേവിയുടെ അനുഗ്രഹം. ജീവിതത്തിൽ നാം ഏവരും പുതിയ അറിവുകൾ നേടുന്നവർ തന്നെയാണ്. എത്ര തന്നെ അറിവുകൾ നേടിയാലും പൂർണ്ണതയിൽ എത്തില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ദേവിയുടെ അനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ, അല്ലെങ്കിൽ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യത്തിലാണ് എങ്കിലും, ആ വ്യക്തിക്ക് ഒരു കാര്യം പെട്ടെന്ന് തന്നെ ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പെട്ടെന്ന് മനസ്സിൽ പതിഞ്ഞു എന്ന് വരാം. മറ്റുള്ളവർക്ക് പോലും അത്ഭുതം തോന്നാം. എന്നാൽ നിങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹത്താൽ അത്തരത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഈ ഒരു ലക്ഷണവും നിങ്ങളിൽ പ്രകടമാകും എന്നുള്ളതാണ്. നിങ്ങൾ ഒരു പക്ഷേ നൃത്തത്തോടോ അല്ലെങ്കിൽ അത്തരത്തിൽ സംഗീതത്തോടോ വളരെയധികം താല്പര്യം ഉള്ളവരാകണം എന്നില്ല. എന്നാൽ പിന്നീട് നിങ്ങൾക്ക് വളരെയധികം താല്പര്യം വർദ്ധിക്കും, വളരെയധികം ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടു എന്ന് വരാം. ഇപ്രകാരം നിങ്ങൾക്ക് ആസ്വദിക്കുവാനും ഇഷ്ടപ്പെടുവാനും സാധിക്കുന്നുണ്ട് എങ്കിൽ അത് അമ്മയുടെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പം ഉള്ളതിനാൽ സംഭവിക്കുന്ന അത്ഭുതകരമായ ഒരു മാറ്റം തന്നെയാണ്. ദേവിയുടെ അനുഗ്രഹം, കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. കലയെ ശരിക്കും ആസ്വദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അത് അമ്മയുടെ അനുഗ്രഹത്താലാണ് എന്നുകൂടി മനസ്സിലാക്കുക. അമ്മയെ ഒന്ന് നേരിട്ട് അല്ലെങ്കിൽ സ്വപ്നത്തിലാണ് എങ്കിലും ദർശനം നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നവരോ അത്രമേൽ ആഗ്രഹിക്കുന്നവർ തന്നെയായിരിക്കും ഭക്തർ. എന്നാൽ നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു ഭാഗ്യം ലഭിച്ചു എങ്കിൽ അത് ഏറ്റവും ശുഭലക്ഷണമാണ്. അതായത് അമ്മയുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ദേവി തന്നെ നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകുക,
കൂടാതെ അമ്മയ്ക്കൊപ്പം ഭൈരവദേവനെ കൂടി സ്വപ്നം കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അമ്മയുമായി ബന്ധപ്പെട്ട് അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. കാരണം അമ്മയുടെ പ്രിയപ്പെട്ട ഭക്തർ തന്നെയാണ് നിങ്ങൾ. അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കൂടാതെ ക്ഷേത്രം സ്വപ്നം കാണുന്നതും അഥവാ മൂകാംബിക ക്ഷേത്രം സ്വപ്നം കാണുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഇനി ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പ്രകടമാകുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ അമ്മയെ നിത്യവും ആരാധിക്കുക. തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പ്രകടമാവുക തന്നെ ചെയ്യും.